സുഹൃത്തുക്കളെ, ഈ വീടാണ് ഇന്ന് കൊടുക്കാനുള്ളത് കേട്ടോ. വളരെ ചെറിയ വിലക്ക് കിട്ടും. ഓപ്പൺ കിണറുണ്ട്. 10 സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ. അതിൽ എല്ലാവിധ ചെറുതും വലുതുമായിട്ടുള്ള വാഹനങ്ങൾക്കൊക്കെ വരാനുള്ള നല്ല റോഡ് സൗകര്യം ഉണ്ട് കേട്ടോ. അത്യാവശ്യം മുറ്റമൊക്കെ ഉണ്ട്. ഇതാണ്ട് ഒരു സൈഡ് നല്ല പാടശേഖരം കേട്ടോ. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് ലക്കിടി ഭാഗത്താണ് കേട്ടോ. പാലക്കാട് ഒറ്റപ്പാലം ഹൈവേയിൽ നിന്ന് ഒരു 1.25 കിലോമീറ്റർ 1.5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഈ വീട്ടിലേക്കുള്ള ദൂരം. ആദ്യം തന്നെ ഒരു സിറ്റ് ഔട്ടാണ് കേട്ടോ. ഓപ്പൺ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് നല്ല സേഫ്റ്റി ആക്കിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ്. വീട് ഒരു 10 വർഷം പഴക്കമുണ്ടാവും. പാർക്കിങ്ങിനായാലും വലിയ ഫംഗ്ഷനൊക്കെ നടത്താനായാലും പറ്റിയ മുറ്റാണ് ഇതിൻ്റെ. കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് കയറി കഴിഞ്ഞാൽ അതാണല്ലോ ഇവിടെ ഒരു വലിയൊരു ഹാള് ലിവിങ് ഏരിയയാണ്. അതുപോലെ 2 ബെഡ്റൂമാണ് ഇതിലുള്ളത് കേട്ടോ. അതാണല്ലേ, കയറി ഉടനെ വലതു ഭാഗത്ത് ഒരു ബെഡ്റൂം, അതിൻ്റെ തൊട്ട് അതേ വലതു ഭാഗത്ത് തന്നെ രണ്ടാമത്തെ ബെഡ്റൂം. അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. പക്ഷേ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല കേട്ടോ. കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ് അടുക്കളയിലുള്ളത്. ഒറ്റപ്പാലം ടൗണ് റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ വെറും ഒരു 8 കിലോമീറ്ററിൻ്റെ അടുത്ത ദൂരമുള്ളൂ ഈ വീട്ടിലേക്ക്. റൂമുകളൊക്കെ ഒരു 10 സൈസാണ്. 10 സെൻറ്റ് സ്ഥലവും ഈ 2 ബെഡ്റൂമും ഓപ്പൺ കിണറുള്ള ഈ വീടിന് ഇതിൻ്റെ ഓണർ വില പറയുന്നത് 20 ലക്ഷം രൂപയാണ് കേട്ടോ. എങ്കിലും ചെറിയ രീതിയിലൊക്കെ നമുക്ക് കുറച്ച് കിട്ടുന്നതാണ്. അതാണ് അടുക്കളയിൽ സ്ലാബുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിറകടുപ്പും ഇവിടെ തന്നെയാണ് കേട്ടോ. അതുപോലെ ബാത്റൂം കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ്. ഈ ഭാഗത്തൊരു വാഷ് ബേസിൻ. ഹൈവേന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് കേട്ടോ. ഇതാണ് ഇതിലെ കോമൺ ബാത്റൂം. ഇന്ത്യൻ ക്ലോസറ്റാണ്. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ യൂറോപ്യൻ ക്ലോസറ്റ് വെക്കാവുന്നതാണ് കേട്ടോ. ഇതാണ് ഇതിലെ ബാക്കിലെ സ്ഥലം. 10 സെൻറ്റിൻ്റെ നടുവിലായിട്ടാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ പുറകിലും മുൻവശത്തും നല്ല സ്ഥലമുണ്ട്. അതുപോലെ സ്റ്റെയർ കേസ് ഇതാ മുകളിലാണ് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വീടാട്ടോ. ആവശ്യക്കാർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ ചെയ്യുക.